എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴേ എഡിസനാണ് ഓർമ്മ വന്നത്. എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച് അറിയില്ല 10,000 പ്രാവശ്യം ശ്രമിച്ചു എന്നൊക്കെ. 10,000 പ്രാവശ്യം ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് പറ്റുമോ? നമ്മളൊരു 1-2 പ്രാവശ്യം ശ്രമിച്ചാൽ തന്നെ അതിൽ മടുപ്പ് വരും, അല്ലെങ്കിൽ 10 പ്രാവശ്യം. അപ്പോഴേക്കും നാട്ടുകാർ പറയാൻ തുടങ്ങും, ഇയാൾ ഇത് തന്നെ പണി എന്നും പറ്റാത്ത കാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇയാൾക്ക് വട്ടാണ് എന്നൊക്കെ എഡിസനെ കുറിച്ച് പറയുന്നുണ്ടാവും അല്ലേ. പക്ഷേ എഡിസൺ അത് നോക്കാതെ ഇതുപോലെ വീണ്ടും 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 ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അതായത് കിട്ടാവുന്ന അത്ര ലോഹങ്ങളൊക്കെ അതിന് നേർത്തതാക്കിയിട്ടും ഇലക്ട്രിസിറ്റി കൊടുത്ത് അവസാനം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് കത്തുന്ന ബൾബിനെ എഡിസൺ കണ്ടെത്തിയപ്പോൾ എഡിസൺ പറഞ്ഞെന്താ പറയുക, ഞാനൊരിക്കലും 10,000 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ 1999 വഴികൾ കണ്ടെത്തി, അതായത് പ്രവർത്തിക്കാത്ത, അതായത് ശരിയല്ലാത്ത വഴികൾ കണ്ടെത്തി. അങ്ങനെ ആ ശരിയല്ലാത്ത വഴികൾ കണ്ടെത്തിയത് അങ്ങ് മാറ്റി വെച്ചപ്പോൾ ശരിയായിട്ടുള്ള വഴി എനിക്കതെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടപ്പിൽ വരുത്താൻ പറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ ഇതേപോലെ ശ്രമിക്കുകയാണെങ്കിലുണ്ടാവും ഏത് കഴിവുണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ പലതും പഠിക്കുന്നത്, ഇപ്പോൾ ഈ എലി ചെയ്യുന്നില്ലേ അതുപോലെ. അതായത് എലിക്ക് ഇപ്പോൾ അവിടെ ബുദ്ധിയൊന്നുമില്ല, എലി ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നിർത്തുന്നില്ല, അത്രേ ഉള്ളൂ. ഒരു കാര്യം അത് സ്വന്തം കുട്ടിയായതുകൊണ്ട് എലിക്ക് അതിൻ്റെതായ ഒരു ഇമോഷൻ ഉണ്ടാവുമായിരിക്കും. അതുപോലെ നമ്മളുടെ തൊഴിലിനോട്, അതായത് നമ്മുടെ ലക്ഷ്യങ്ങളോട് ആ ഒരു എലിക്ക് കുട്ടിയോടുള്ള ഇമോഷൻ പോലെ നമ്മൾ നിതാന്തമായി, ഇപ്പം നേരത്തെ എഡിസൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ നിർത്താതെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റം ഇങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ സംസാരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ സംസാരിക്കുമ്പോഴൊക്കെ അതേ കോംപ്ലിക്കേഷൻ നടക്കുമ്പോഴൊക്കെ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ട, ഇതൊക്കെ നമ്മൾ കോഴ്സിന് പോയി പഠിച്ച് ഇതൊന്നുമല്ലല്ലോ നമ്മൾ ജയിച്ചിട്ടുള്ളത് അല്ലേ. അത് കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ അൺലോക്ക് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ആ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ നമുക്കത് വേണമെന്ന് നമ്മൾ ബ്രെയിനിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ വിടുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരൂ. അപ്പോൾ ഈ പറഞ്ഞ ഈ വീഡിയോയിലൂടെ നമുക്കത് ബോധ്യമാവണം. നിർത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിച്ചിരിക്കും ഉറപ്പാണ്.